നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജന്മമെടുത്ത് ഇന്ന് മൾട്ടിനാഷണൽ കമ്പനിയായ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനോടും P&Gയോടും ഇന്ത്യൻ മാർക്കറ്റിൽ മത്സരിച്ച് ഫാബ്രിക് കെയർ സെക്ടറിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ഒരു കമ്പനിയാണ് ജ്യോതി ലബോറട്ടറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പല മൾട്ടിനാഷണൽ കമ്പനികളും ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന് ഇന്ത്യൻ ബ്രാൻഡുകളെ മേടിച്ചപ്പോൾ ജർമ്മൻ കമ്പനിയായ ഹെൻഗൽ ഇന്ത്യ ലിമിറ്റഡിനെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ കമ്പനികളുടെ കരുത്ത് കാണിച്ച ജ്യോതി ലബോറട്ടറീസിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 1983 ശ്രീ MP രാമചന്ദ്രൻ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണിശ്ശേരി എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു ചെറിയ കെട്ടിടത്തിൽ തുടങ്ങിയ സ്ഥാപനമാണ് ജ്യോതി ലബോറട്ടറീസ്. അന്നത്തെ കാലത്ത് ഡോക്ടറാണെന്ന മോഹവുമായി സ്കൂൾ പഠനം പൂർത്തിയാക്കിയ രാമചന്ദ്രന് പക്ഷേ അതിന് സാധിച്ചില്ല. പകരം BCom ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം തൻ്റെ കൗമാരകാലത്ത് ജോലി അന്വേഷിച്ച് ബോംബെക്ക് പോയി. നിരവധി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ അക്കൗണ്ടൻ്റായി തൻ്റെ ജോലി ആരംഭിച്ചു. നീണ്ട 14 കൊല്ലം ഈ കമ്പനിയിൽ ജോലി ചെയ്ത അദ്ദേഹത്തിൻ്റെ തലയിൽ ഇടുത്തി വീണ പോലെ പെട്ടെന്നൊരു ദിവസം ഈ കമ്പനി അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തുകയും അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടും എന്ന സ്ഥിതിയിലുമായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അദ്ദേഹം തൻ്റെ ടേബിളിൽ കിടന്ന എൻസൈക്ലോപീഡിയ ഓഫ് കെമിക്കൽ ഇൻഡസ്ട്രി എന്ന ഒരു ബുക്ക് വായിക്കാനിടയായത്. ചെറുപ്പം മുതലേ തൻ്റെ തുണികൾ സ്വന്തമായി അലക്കിയിരുന്ന രാമചന്ദ്രന് തൻ്റെ വെള്ള ഷർട്ടുകൾ അലക്കി കുറച്ചു നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കെ അതിലെ ഒരു സെന്റൻസ് ആയിരുന്നു, Nowadays, synthetic organic dyes are being used for obtaining the most brilliant shade of whiteness on clothes. ഈ സെന്റൻസ് വായിച്ചതും ചെറുപ്പത്തിൽ തൻ്റെ വെള്ള ഷർട്ടിൻ്റെ വൈറ്റ്നസ് നഷ്ടപ്പെടുന്നതും മനസ്സിൽ കിടന്ന ശ്രീ രാമചന്ദ്രൻ അങ്ങനെ ലിക്വിഡ് ഫാബ്രിക് വൈറ്റ്നർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നീണ്ട 2 കൊല്ലം ഇതിനുവേണ്ടി റിസർച്ച് ചെയ്ത അദ്ദേഹം ഉജാല എന്നൊരു പ്രൊഡക്റ്റ് രൂപീകരിച്ചു. അന്നത്തെ കാലത്ത് റോബിൻ ബ്ലൂ എന്നൊരു വൈറ്റ് പൗഡറാണ് വെള്ള തുണികൾക്ക് പുതുമ നൽകാൻ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വളരെ പ്രയാസകരവും ഉദ്ദേശിച്ച റിസൾട്ടും നൽകിയിരുന്നില്ല. ആദ്യമൊക്കെ ഉജാല മേടിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. കാരണം റോബിൻ വൈറ്റ് പോലെയാണ് ഉജാല എന്ന് ഒരു മുൻധാരണ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതിനെ മറികടക്കാൻ രാമചന്ദ്രൻ ആദ്യം 6 സെയിൽസ് ഗേൾസിനെ തൻ്റെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്തു. അവർ നേരിട്ട് കസ്റ്റമേഴ്സിനെ കണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണവും 4 തുള്ളി മാത്രം യൂസ് ചെയ്താൽ മതിയെന്നും പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ മെല്ലെ മെല്ലെ കസ്റ്റമേഴ്സ് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു തുടങ്ങി. ഇതുകൂടാണ്ട് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട കസ്റ്റമേഴ്സ് ബാക്കിയുള്ള കസ്റ്റമേഴ്സിനോട് ഇതിനെപ്പറ്റി പറഞ്ഞും തുടങ്ങി. നീല നിറത്തിൽ നിന്ന് വെള്ള നിറം ലഭിക്കും എന്ന കൺസെപ്റ്റിലാണ് രാമചന്ദ്രൻ തൻ്റെ ഉജാല ബോട്ടിലുകൾക്ക് നീല നിറവും അടപ്പിന് വെള്ള നിറവും നൽകിയത്. ഇന്നും ഇതേ ഡിസൈനിൽ തന്നെയാണ് ജ്യോതി ലബോറട്ടറീസ് അവരുടെ മാസ്റ്റർ പ്രോഡക്റ്റായ ഉജാല പുറത്തിറക്കുന്നത്. 1986 ജ്യോതി ലബോറട്ടറീസിൻ്റെ ആദ്യ പരസ്യം മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ചു വന്നത്. അതിനുശേഷം പിന്നീട് ഇറങ്ങിയിരുന്ന ഒട്ടുമിക്ക പത്രങ്ങളുടെയും മാസികകളുടെയും ലാസ്റ്റ് പേജിൽ ഉജാലയുടെ പരസ്യങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഉജാല മാർക്കറ്റ് പിടിച്ചടക്കിയിരിക്കുന്ന സമയത്തായിരുന്നു ഉജാലയുടെ കോപ്പി പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങിയത്. ഇതിനെ മറികടക്കാൻ അദ്ദേഹം തൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഓരോ പ്രത്യേകതയും വെച്ച് കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിച്ചു. കൂടാതെ അക്കാലത്ത് ഫേക്ക് ഉജാല പ്രൊഡക്റ്റും ഒറിജിനൽ ഉജാല പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി കത്തെഴുതുന്ന കസ്റ്റമേഴ്സിന് അദ്ദേഹം പ്രൈസും നൽകിയിരുന്നു. 1987 മുതൽ പിന്നെ അങ്ങോട്ട് റേഡിയോയിലൂടെയും TV-യിലൂടെയും എല്ലാം ഉജാലയുടെ പരസ്യം കണ്ട മലയാളികൾ പിന്നീട് തുണികൾക്ക് നീലമുക്ക് എന്ന് പറയുന്നതിന് പകരം തുണികൾ ഉജാല മുക്കണം എന്ന് പറഞ്ഞു തുടങ്ങി. അത്രത്തോളം ഈ പ്രോഡക്റ്റ് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. 1992 കേരളത്തിലെ ഫാക്ടറികളിൽ യൂണിയൻ മൂലം പല പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ആ കാലത്ത് കൂടുതൽ ടാക്സ് ഇളവുണ്ടായിരുന്ന പോണ്ടിച്ചേരിയിലേക്ക് അദ്ദേഹം തൻ്റെ അടുത്ത ഫാക്ടറി സ്ഥാപിച്ചു. കൂടാതെ ആ സമയമായപ്പോഴേക്കും സൗത്ത് ഇന്ത്യയിലെ മാർക്കറ്റ് മൊത്തം ഉജാല പിടിച്ചടക്കിയിരുന്നു. 1994 നോർത്ത് ഇന്ത്യയിൽ ജ്യോതി ലബോറട്ടറീസിൻ്റെ മെയിൻ കോമ്പീറ്ററായിരുന്ന ബ്രിട്ടീഷ് കമ്പനിയായ റോബിൻ ബ്ലൂവിനെ തകർക്കാൻ വെസ്റ്റ് ബംഗാളിൽ അവർ അവരുടെ ഫാക്ടറി സ്ഥാപിച്ചു. ഇതുകൂടാണ്ട് ആ സമയത്താണ് ജ്യോതി ലബോറട്ടറീസ് ഇന്ത്യയിൽ മൊത്തം അവരുടെ 4 തുള്ളി മാത്രം ആട് പുറത്തിറക്കി കോമ്പറ്റീറ്റേഴ്സിനെ നിലംപരിശാക്കിയത്.
1997 ജ്യോതി ലാബോറട്ടറീസ് ഉജാല ഇന്ത്യയിൽ മൊത്തം ലോഞ്ച് ചെയ്തു. അങ്ങനെ 3 കൊല്ലം കൊണ്ട് 100 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനിയായി ജ്യോതി ലാബോറട്ടറീസ് മാറി. 2000 പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർ ഇറക്കിയ പ്രൊഡക്റ്റുകളാണ് കൊതുകുതിരിയായിട്ടുള്ള മാക്സോയും പാത്രം കഴുകുന്ന സോപ്പായിട്ടുള്ള എക്സോബാറും. 2 പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ വൻ വിജയം ജ്യോതി ലാബോറട്ടറീസിന് നേടിക്കൊടുത്തു. 2001 ജ്യോതി ലാബോറട്ടറീസ് തുണി കഴുകുന്ന ഒരു സോപ്പുമായി വന്നു. ഈ വീഡിയോ കാണുന്ന പലരുടെയും നൊസ്റ്റാൾജിയ ആയിരുന്നു അന്ന് അവരിറക്കിയ പരസ്യം. എങ്ങനെയുണ്ട് നമ്മുടെ വനമാല? 2007 ഒരു പബ്ലിക് കമ്പനിയായി ലിസ്റ്റ് ചെയ്ത ജ്യോതി ലാബോറട്ടറീസ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലേക്ക് മാറ്റുകയും അന്ന് സൗത്ത് ഇന്ത്യയിൽ മാത്രം ലോഞ്ച് ചെയ്തിരുന്ന പല പ്രൊഡക്റ്റുകളും ഇന്ത്യയിൽ മൊത്തം ലോഞ്ച് ചെയ്യുകയും ചെയ്തു. 2009 ജ്യോതി ഫാബ്രിക് കെയർ സർവീസ് ലിമിറ്റഡ് എന്ന പുതിയൊരു സബ്സിഡറി ജ്യോതി ലാബ്സ് പ്രഖ്യാപിച്ചു. 2011 ജർമ്മൻ കമ്പനിയായിരുന്ന ഹെൻഗൽ ഇന്ത്യ ഏറ്റെടുത്തുകൊണ്ട് ഫാബ്രിക് ഡിറ്റർജൻറ്റ് സെഗ്മെൻറ്റിൽ അവർ മാർക്കറ്റ് ലീഡറായി. ഈ ഹെൻഗൽ ഏറ്റെടുത്തതോടെ അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിലേക്ക് വന്ന 2 പ്രൊഡക്റ്റുകളാണ് ഹെൻഗോ ഡിറ്റർജൻറ്റും പ്രിൽ ഡിഷ് വാഷും. മാർക്കറ്റ് ലീഡറായി തുടരുമ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ബ്രാൻഡ് റീകോൾ ഉണ്ടാക്കാൻ ഉജാല എന്നും ശ്രമിച്ചിരുന്നു. ഇതിനൊരു ഉദാഹരണമാണ് 2004 മുതൽ ഏഷ്യാനെറ്റ് സംഘടിപ്പിച്ചിരുന്ന ഫിലിം അവാർഡ്സിൻ്റെ ടൈറ്റിൽ സ്പോൺസറായി ഉജാല വന്നത്. 2004 മുതൽ ഏതാണ്ട് 10 കൊല്ലത്തേക്ക് അവർ ഈ ഈവൻ്റ് സ്പോൺസർ ചെയ്യുകയും അങ്ങനെ ഉജാല എന്നുള്ളൊരു പേര് മായാതെ മലയാളികളുടെ മനസ്സിലേക്ക് കുടിയേറുകയും ചെയ്തു. കോവിഡിന് ശേഷം ശ്രീ MB രാമചന്ദ്രനിൽ നിന്നും കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തിൻ്റെ മകളായ MR ജ്യോതി ഏറ്റെടുത്തു. 1700 കോടി വിറ്റുവരവുണ്ടായിരുന്ന കമ്പനിയെ 2023 ഫിനാൻഷ്യൽ ഇയറിൽ 2500 കോടിയിലെത്തിക്കാൻ കമ്പനിയുടെ പുതിയ ചെയർമാന് കഴിഞ്ഞു. ഫാബ്രിക് കെയർ സെഗ്മെൻറ്റിൽ കൂടാതെ പേഴ്സണൽ കെയർ സെഗ്മെൻറ്റിലേക്കും ജ്യോതി ലാബ്സ് അവരുടെ പ്രൊഡക്റ്റുകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ലീഡറായി തുടരുമ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിനും മാറുന്ന ടെക്നോളജിക്കും കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറിനും അനുസരിച്ച് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയാണ് ജ്യോതി ലാബ്സ് മാർക്കറ്റിൽ വിജയിച്ചത്. അവരുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ നന്നാക്കുന്നതിന് വേണ്ടി ശക്തമായ ഒരു R&D ടീം അവരുടെ പിന്നിലുണ്ട്. MB രാമചന്ദ്രൻ എന്ന ഓണ്ടർപ്രണറിന്റെ ദീർഘവീക്ഷണവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അടിപതറാതെ എടുത്ത തീരുമാനങ്ങളുമാണ് ജ്യോതി ലാബോറട്ടറീസിനെ കോമ്പറ്റീറ്റേഴ്സിന് പോലും പിടിച്ചെടുക്കാൻ കഴിയാത്തത്ര ദൂരത്തിലാക്കിയത്.